നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രകൃതിക്കോ സമൂഹത്തിനോ ദോഷം വരാത്ത രീതിയിലാണ് ഭാരതത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഭോപ്പാൽ NITയിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സദാനന്ദ ദാമോദർ സാപ്രെ. പാശ്ചാത്യ രാജ്യങ്ങളിലേത് അത്തരത്തിലല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക രംഗത്തെ സുസ്ഥിര വികസനത്തിന് ഡിജിറ്റൽ ഇന്ത്യ എന്ന വിഷയത്തിൽ ഭാരതീയ വിചാരണ കേന്ദ്രം കണ്ണൂരിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. भारत उस अर्थ में विश्व गुरु बन सकता है यदि भारत दुनिया को स्वयं का उस प्रकार का पर्यावरण प्रेमी सामाजिकता का ध्यान रखते हुए और खास करके जो नीचे के स्तर के लोग हैं उनका भी विकास हो रहा है। केवल तथाकथित ऊपर के स्तर के लोगों का ही विकास नहीं हो रहा है। ऐसा जो विकास का मार्ग है उस विकास के मार्ग पर चलते हुए भारत दुनिया के सामने उदाहरण प्रस्तुत करेगा और इस अर्थ में भारत विश्व गुरु बनेगा। तो भविष्य का विश्व गुरु यानी इस प्रकार का विकास का मार्ग बताने वाला. വികസനത്തിന് തദ്ദേശീയമായ കണ്ടുപിടുത്തങ്ങൾക്കും മുന്തിയ പരിഗണന നൽകേണ്ടതുണ്ടെന്നും ഭൗതികവും ആധ്യാത്മികവുമായ വികസനം ആവശ്യമാണെന്നും എല്ലാവരും സന്തോഷിക്കണമെന്നതാണ് നാം എപ്പോഴും ആഗ്രഹിക്കുന്നതെന്നും ഡോക്ടർ സദാനന്ദ ദാമോദർ സാപ്രെ പറഞ്ഞു. സാമൂഹികവും സാമ്പത്തികമായും മുന്നിൽ നിൽക്കുന്നവരോടൊപ്പം പിന്നോക്കം നിൽക്കുന്നവരുടെയും വികസനം അനിവാര്യമാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാകും, എന്നാൽ അത്യാഗ്രഹം സാധിച്ചു നൽകുന്നത് കഠിനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.